മൂന്നാം എൻ ഡി എ സർക്കാരിലും പ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകാൻ തയ്യാറാകാത്ത ബി.ജെ.പി. ആഭ്യന്തരം, വിദേശകാര്യം, പ്രതിരോധം, ഉപരിതല ഗതാഗതം എന്നീ വകുപ്പുകൾ മാറ്റമില്ലാതെ തുടരും. അതേസമയം എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റു. സുരേഷ് ഗോപി ഓഫീസിലെത്തി ചുമതലയേറ്റു. ജോർജ് കുര്യനും ഇന്ന് ചുമതലയേൽക്കും. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, പ്രധാന വകുപ്പുകളെല്ലാം ബി.ജെ.പി. എടുത്തു. അതിൽ തന്നെ പല വകുപ്പുകളുടെ മന്ത്രിമാർക്കും മാറ്റമില്ല എന്നതും നമ്മുടെ മുൻപിലുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിമാർ ഓരോരുത്തരായി ചുമതലയേൽക്കുകയാണ്. അതിൽ സുരേഷ് ഗോപി അല്പസമയം മുമ്പ് പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു. ജോർജ് കുര്യൻ ഇന്ന് വൈകുന്നേരത്തോടെ ചുമതലയെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സമഗ്രമായ വിവരങ്ങൾ. മനു, സുരേഷ് ഗോപി രാവിലെ ചുമതലയേറ്റു. അതുപോലെ തന്നെ ജോർജ് അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ അദ്ദേഹം ചുമതല ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ ക്ഷീരവികസനവും അതോടൊപ്പം തന്നെ ഫിഷറീസും ഉൾപ്പെടെയാണ്, ന്യൂനപക്ഷം ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന് ചുമതലയേൽക്കേണ്ടത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തി ചുമതല ഏറ്റിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള രണ്ട് മന്ത്രിമാരും ഇന്നിപ്പോൾ രാവിലെ ചുമതലയേറ്റു. അതോടൊപ്പം തന്നെ രാവിലെ മറ്റുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെയും വിവിധ വകുപ്പുകളിൽ അവരുടെ ഓഫീസുകളിൽ എത്തിയപ്പോൾ ചുമതല ഏറ്റിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, മനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ, പ്രത്യേകിച്ച് ആഭ്യന്തരവും പ്രതിരോധവും ധനവും ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും ഇത്തവണ ബി.ജെ.പി. തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത്. അതിൽ വലിയ അതിർത്തി ഈ ഘടകകക്ഷികൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗമെല്ലാം തന്നെയും ഒരു ഇരട്ടത്താപ്പ് നീതിയാണ് തങ്ങളോട് കാണിച്ചതെന്ന് ഉന്നയിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഘടകകക്ഷികളിൽ പോലും ഒരു ഇരട്ടത്താപ്പ് നീതി തങ്ങളോട് കാണിച്ചു എന്നതാണ് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. 7 ലോക്സഭാ അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ക്യാബിനറ്റ് പദവി ലഭിച്ചില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു ലോക്സഭാ എം.പി. മാത്രമുള്ള ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയെല്ലാം തന്നെയും ഒരു ക്യാബിനറ്റ് പദവി നൽകി. അങ്ങനെ ആ കാര്യത്തിലും ഘടകകക്ഷിക്കുള്ളിൽ തന്നെ ഒരു അനീതി കാണിച്ചു എന്നെല്ലാം തന്നെയും ഇപ്പോൾ ശിവസേനയും കൂടാതെ NCP അജിത് പവാർ വിഭാഗം എല്ലാം തന്നെയും വളരെ രൂക്ഷമായ വിമർശനമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മന്ത്രിസഭയുടെ ആദ്യം മുതൽ തന്നെ ഒരു കല്ലുകടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇവ JDU-യും TDP എന്ന് ചോദിച്ച പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതിന്റെ വളരെ വലിയൊരു അതിർത്തിയിലാണ് ഈ ഒരു ഘടകകക്ഷി ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ എല്ലാ ക്യാബിനറ്റ് കാര്യങ്ങൾ വ്യക്തമാണ്. സുരേഷ് ഗോപി അടക്കമുള്ളവർ ചുമതല ഏറ്റെടുത്തു. ജോർജ് കുര്യനും ചുമതല ഏറ്റെടുത്തു. വിവരങ്ങളാണ് സിബി നൽകിയത്.